നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്താണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പ്യുവർ സെമി കണ്ടക്ടേഴ്സ്. സെമി കണ്ടക്ടേഴ്സ് അതിന്റെ മാക്സിമം പ്യൂരിറ്റി ഉള്ള ഫോമിൽ, മറ്റ് ഇമ്പ്യൂരിറ്റീസ് ഇല്ല, മറ്റു ഡോപ്പൻസ് ഇല്ല. 59 പ്യൂരിറ്റി എന്ന് പറയും, 99.999% പ്യൂരിറ്റിയിൽ സിലിക്കൺ അല്ലെങ്കിൽ ജെർമേനിയം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയും. ഇപ്പൊ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിനകത്ത് പിന്നെ തെർമൽ എജിറ്റേഷൻ വഴി ഹോൾസും ഇലക്ട്രോൺസും ഹോൾ ഇലക്ട്രോൺ പെയർസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. വാലൻസ് ബാൻഡിൽ ഹോൾസ്, വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസ് തെർമൽ എനർജി അബ്സോർബ് ചെയ്തിട്ട് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോവുകയാണ്. അപ്പോൾ വാലൻസ് ബാൻഡിൽ എത്ര ഹോൾസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് അത്രയും ഇലക്ട്രോൺസ്, ഫ്രീ ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിൽ ഉണ്ടാവും. നമ്പർ ഓഫ് ഹോൾസ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസും ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അങ്ങനെയുള്ള ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കണ്ടക്ഷൻ നടക്കും. കണ്ടക്ഷനകത്ത് ഹോൾസും ഇലക്ട്രോൺസും ഇങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. സോ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് ഹോൾ കറണ്ടിന്റെയും ഇലക്ട്രോൺ കറണ്ടിന്റെയും സമ്മായിരിക്കും. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കണ്ടക്ഷനിന് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എങ്ങനെയാണ്. ഒരു സെമി കണ്ടക്ടറിനകത്ത് രണ്ട് ടൈപ്പ് ചാർജ് കാരിയേഴ്സ് ഉണ്ട്, ഇലക്ട്രോൺസും ഹോൾസും ഉണ്ട്. ഫ്രീ ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിൽ, ഹോൾസ് വാലൻസ് ബാൻഡിൽ. അപ്പോൾ ഫ്രീ ഇലക്ട്രോൺസ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ പോസിറ്റീവ് പൊളാരിറ്റിയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ സെമി കണ്ടക്ടറിനകത്തുള്ള ഹോൾസ് സെമി കണ്ടക്ടറിനകത്ത് മാത്രമേ ഉള്ളൂ, എക്സ്റ്റേണൽ കണക്ഷൻ വയറിൽ ഇല്ല, എക്സ്റ്റേണൽ സർക്യൂട്ടിൽ ഇല്ല, സെമി കണ്ടക്ടറിനകത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സെമി കണ്ടക്ടറിന്റെ ഏത് സൈഡിലാണോ നെഗറ്റീവ് പൊളാരിറ്റി അപ്ലൈ ചെയ്തിരിക്കുന്നത്, ഇവിടെ ഫിഗറിൽ ബി എന്നാണ് കാണിച്ചിരിക്കുന്നത്, അപ്പൊ ബി വരെ അത് മൂവ് ചെയ്യും സെമി കണ്ടക്ടറിനകത്ത്. ഫ്രീ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, പോസിറ്റീവ് പൊളാരിറ്റിയിലേക്ക് മൂവ് ചെയ്തിട്ട് എ എന്ന് കാണിച്ചിട്ടുണ്ട്, അതുവഴി എക്സ്റ്റേണൽ സർക്യൂട്ടിലൂടെ വന്നിട്ട് സർക്യൂട്ട് കംപ്ലീറ്റ് ആയി നെഗറ്റീവ് സൈഡിൽ നിന്ന് വീണ്ടും ബാറ്ററിയുടെ സെല്ലിന്റെ നെഗറ്റീവ് പൊളാരിറ്റിയിൽ നിന്ന്, നെഗറ്റീവ് പൊളാരിറ്റി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് അവിടുന്ന് ബി വരെ എത്തും. അപ്പൊ ഇലക്ട്രോൺസ് ബിയിൽ എത്തിയിട്ട് ബി എന്ന് ഹോൾസ് ഇലക്ട്രോൺസും കമ്പൈൻ ചെയ്യുക, അത് പ്രോസസ് കംപ്ലീറ്റ് ആവും. ഇലക്ട്രോൺസ്, ഫ്രീ ഇലക്ട്രോൺസ് സെമി കണ്ടക്ടറിനകത്ത് എ വഴി സെല്ലിന്റെ പോസിറ്റീവ് പൊളാരിറ്റി. സോ ഇങ്ങനെയാണ് കണ്ടക്ഷൻ നടക്കുന്നത്. എക്സ്റ്റേണൽ സർക്യൂട്ടിൽ ഇലക്ട്രോൺസ് മാത്രമേ ഉള്ളൂ, സെമി കണ്ടക്ടറിനകത്ത് ഫ്രീ ഇലക്ട്രോൺസും ഹോൾസും ഉണ്ട്. ഇതെല്ലാം മുന്നത്തെ വീഡിയോസിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഒരു പ്യൂർ സെമി കണ്ടക്ടറിനകത്ത് നമ്പർ ഓഫ് ഹോൾസും നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസും ഈക്വൽ ആയിരിക്കും. തെർമൽ എജിറ്റേഷൻ വഴി പുതിയ ഹോൾ ഇലക്ട്രോൺ പെയർസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. റൂം ടെമ്പറേച്ചറിൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസും ഹോൾസും കുറവായിരിക്കും. സോ ഒരു ഇൻസുലേറ്റർ പോലെ തന്നെയാണ് ബിഹേവ് ചെയ്യുക. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് പുതിയതായിട്ട് ഇലക്ട്രോൺ ഹോൾ പെയർസ്, വാലൻസ് ബാൻഡിനകത്ത് ഹോൾസും കണ്ടക്ഷൻ ബാൻഡിനകത്ത് ഫ്രീ ഇലക്ട്രോൺസും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അതുപോലെ ഇവിടെ ഹോൾ ഇലക്ട്രോൺ പെയർസ് ഡിസപ്പിയർ, റീകോമ്പിനേഷൻ വഴി ഫ്രീ ഇലക്ട്രോൺ ഹോളിലേക്ക് വന്ന് കമ്പൈൻ ചെയ്യുക. എത്രയാണോ എനർജി ഡിഫറൻസ്, കണ്ടക്ഷൻ ബാൻഡ് വാലൻസ് ബാൻഡ്, ഫ്രീ ഇലക്ട്രോണിന്റെ എനർജി ഡിഫറൻസ് എന്ത് ചെയ്യും, റീകോമ്പിനേഷൻ നടക്കുമ്പോൾ അത് ക്രിസ്റ്റൽ ലാറ്റൈസിനുള്ള വൈബ്രേഷൻ ആയിട്ടോ അല്ലെങ്കിൽ അത് വിസിബിൾ റീജിയനിലായിരിക്കും ചിലപ്പോൾ റേഡിയേഷൻ ഉണ്ടാകുക. റേഡിയേറ്റീവും നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷൻസ് ആയിരിക്കാം, റേഡിയേറ്റീവ് ട്രാൻസിഷൻസ് ആയിരിക്കാം. ദാറ്റ് ഡിപ്പെൻഡ്സ്. മാസ് ആക്ഷനിലോ നമുക്ക് ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിനകത്തും പറയാം, എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിനകത്തും പറയാം. ഇപ്പോൾ ഹോൾ കോൺസെൻട്രേഷൻ പി ആണെങ്കിൽ, ഫ്രീ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ എൻ ആണെങ്കിൽ, നമ്പർ ഓഫ് ഹോൾസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. കോൺസെൻട്രേഷൻ നമ്മൾ സാധാരണ പറയാം നമ്പർ പെർ വോള്ളി ആയിട്ടാണ് പറയാം. സോ എൻ ഈസ് ഈക്വൽ ടു പി ഈസ് ഈക്വൽ ടു എൻ ഐ. എൻ ഐ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇൻട്രിൻസിക് കാരിയേഴ്സ് എന്ന് പറയും. മാസ് ആക്ഷനിലോ നമ്മൾ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിനകത്ത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ എൻ ഇൻറ്റു പി എന്ന് പറയുന്നത് എൻ ഐ ഇൻറ്റു എൻ ഐ, എൻ ഐ സ്ക്വയർഡ് എന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ മാസ് ആക്ഷൻ ലോ ഇൻ ഇലക്ട്രോണിക്സ് എന്ന് പറയുക, അല്ലെങ്കിൽ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുക.